ഉൽപ്പത്തി പുസ്തകം അധ്യായം 25. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൽ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്, ഷൂവാബ് എന്നിവർ ജനിച്ചു. യോക്ഷാന് ഷെബായും ദദാനും ജനിച്ചു. ദദാന്റെ മക്കളാണ് അഷൂറിം, ലെത്തൂഷിം, ലെവൂമിം എന്നിവർ. മിദിയാന്റെ മക്കൾ ഏഷ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. അവർ കെത്തൂറായുടെ സന്താനങ്ങളാണ്. അബ്രാഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസ്ഹാക്കിന് കൊടുത്തു. തന്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെല്ലാവരും മകനായ ഇസ്ഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. അബ്രാഹത്തിന്റെ മരണം. അബ്രാഹത്തിന്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹാം അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസ്ഹാക്കും ഇസ്മായേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യന്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന മഷ്പല ഗുഹയിൽ അവനെ അടക്കി. ഹിത്യരിൽ നിന്ന് അബ്രാഹാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ. അവിടെ അബ്രാഹാം ഭാര്യ സാറയ്ക്കൊപ്പം സംസ്കരിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മരണത്തിനു ശേഷം ദൈവം തന്റെ പുത്രൻ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ ബേർഹാലോയോറിൽ പാർത്തു. ഇസ്മായേലിന്റെ സന്തതികൾ. സാറയുടെ ദാസിയായ ഈജിപ്തുകാരി ഹഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായേലിന്റെ മക്കൾ ഇവരാണ്. ജനനക്രമം അനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം: ഇസ്മായേലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത്ത്, തുടർന്ന് കേദോർ, അദ്ബേൽ, മിബ്സാം, മിഷ്പ, ദൂമ, മസ്സ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദമ. ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായിലിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസം ഉറപ്പിച്ചു. അസിരിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ. അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചിരുന്നത്. ഏസാവും യാക്കോബും. അബ്രാഹത്തിന്റെ പുത്രനായ ഇസ്ഹാക്കിന്റെ വംശാവലി. അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവർ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാൻ അരാമിലുള്ള ബത്തുവേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമായരായിരുന്നു. ഇസഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് തന്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 അംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമാരായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവർ ചെമന്നിരുന്നു. അവന്റെ ദേഹം മുഴുവൻ രോമകുപ്പായമിട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിന്റെ കുതികാൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സ് ആയപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. കടിഞ്ഞൂൽ അവകാശം. കുട്ടികൾ വളർന്നു വന്നു. ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി. യാക്കോബ് ശാന്തനായിരുന്നു. അവൻ കൂടാരങ്ങളിൽ പാർത്തു. വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസ്ഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചു. റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്നു തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചെമന്ന പായസം കുറച്ച് എനിക്കും തരിക. ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി. കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് ശപഥം ചെയ്തു. അവൻ തന്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു. തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തന്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. അധ്യായം 26. ഇസഹാക്കും അബിമേലെക്കും. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായിരുന്നതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് കരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. താൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെയെല്ലാം അനുഗ്രഹിക്കപ്പെടും.
കാരണം അബ്രാഹാം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവർക്ക് ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു. അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു. കാരണം അവൾ അഴകുള്ളവളായിരുന്നു. റെബേക്കായ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു. അവൻ അവിടെ പാർപ്പു തുടങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്തീനയുടെ രാജാവായ അബിമെലെക്ക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസ്ഹാക്ക് ഭാര്യ റബേക്കയെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു. അബിമെലെക്ക് ഇസ്ഹാക്കിനെ വിളിച്ചു ചോദിച്ചു, അവൾ നിന്റെ ഭാര്യയാണല്ലോ, പിന്നെ എന്തിനാണ് സഹോദരി എന്ന് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അബിമെലെക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത്? ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ചെയ്യിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തിവെക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് അബിമെലെക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി, ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവനെ വധിക്കപ്പെടും. ഇസഹാക്ക് നാട്ടിൽ കൃഷിയിറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളിലെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി. അബിമെലെക്ക് ഇസഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോവുക, നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിന്റെ താഴ്വരയിൽ കൂടാരം അടിച്ചു. തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്ത്യർ നിരത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസ്ഹാക്ക് വീണ്ടും കുഴിച്ചു. തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസ്ഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി. ഗരാറിന്റെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി. അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് ഏസക്ക് എന്ന് പേരിട്ടു. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു, അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. അതുകൊണ്ട് അതിനെ സിത്ന എന്ന് വിളിച്ചു. അവിടെ നിന്ന് മാറിയ അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു, അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവർ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. അവിടെ നിന്ന് അവൻ ബേർഷബയിലേക്ക് പോയി. ആ രാത്രിയിൽ തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരമടിച്ചു. ഇസ്ഹാക്കിന്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗരാറിൽ നിന്ന് അബിമെലെക്ക് തന്റെ ആലോചനക്കാരനായ അഹൂസത്തും സേനാധിപനായ ഹിക്കോളും ഒരുമിച്ച് ഇസ്ഹാക്കിനെ കാണാൻ ചെന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിനെന്റെ അടുക്കിലേക്ക് വന്നു? അവർ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടിയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു. ഇസ്ഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവിടെ വിട്ടുപോയി. അന്ന് തന്നെ ഇസ്ഹാക്കിന്റെ വേലക്കാർ വന്ന് തന്റെ കുഴിച്ചുകൊണ്ടിരുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു. അവൻ അതിന് ഷെബ എന്ന് പേരിട്ടു. അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർഷബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്യനായ എലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവർ ഇസ്ഹാക്കിന്റെയും റബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി. ദിവസവും 10 മിനിറ്റ് ബൈബിൾ ശ്രവിക്കാനായി എന്നോടൊപ്പം കൂടുക.